വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതാവ് എം കെ രാഘവനെതിരെയുള്ള 5 കോടി കോഴ കേസിൽ കുരുക്കുമുറുകുന്നു. പോലീസ് അന്വേഷണം ഊർജിതം. കോഴിക്കോട് ACP വാഹിദും DCP ജമാലുദ്ദീനും അടക്കമുള്ള പോലീസ് സംഘം എം കെ രാഘവന്റെ വസതിയിലെത്തി മൊഴിയെടുത്തു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെയെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതിനു ശേഷം എം കെ രാഘവൻ പ്രതികരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ മൊഴി കൊടുത്തു. അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം നടക്കട്ടെ. ഒന്നുമില്ല, ഞാനല്ല അന്വേഷണ ഘട്ടത്തിലാണ് പറഞ്ഞല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം നടക്കട്ടെ. പിന്നെ ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ, നിയമ കോടതിയും തീരുമാനിക്കട്ടെ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മൊഴി കൊടുത്തു. എൻ്റെ മൊഴി കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി എടുത്തു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ജനകീയ കോടതിയും അതുപോലെ തന്നെ നിയമ കോടതിയും തീരുമാനിക്കട്ടെ. യെസ്, ഓക്കെ. ലതീഷ് ചേരുന്നു വിവരങ്ങളുമായി. ലതീഷ്, അങ്ങനെ എം കെ രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്താണ് ഇന്ന് നടന്നത്? മൊഴിയെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? രാവിലെ 7:15 ACP വാഹിദ് അതേപോലെ തന്നെ DCP ജമാലുദ്ദീൻ എന്നിവർ മൊഴിയെടുക്കുന്നതിനായി എം കെ രാഘവന്റെ കോഴിക്കോട്ടുള്ള വസതിയിലെത്തിയത്. 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ട മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അന്വേഷണം തുടരുമെന്നും എം കെ രാഘവന് പറയാനുള്ളത് രേഖപ്പെടുത്തിയെന്നുമാണ് മൊഴിയെടുക്കലിന് ശേഷം പുറത്തിറങ്ങിയ ACP വാഹിദ് അറിയിച്ചത്. ചാനൽ മേധാവിയുടെയും അതേപോലെ തന്നെ റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കും. യഥാർത്ഥ ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികൾ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും വാഹിദ് പറയുകയുണ്ടായി. അതേസമയം നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ എന്നായിരുന്നു എം കെ രാഘവന്റെ പ്രതികരണം. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞെന്നും എം കെ രാഘവൻ പറയുകയുണ്ടായി. എന്തായാലും നമുക്കറിയാവുന്ന പോലെ തന്നെ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി കൂടിയായ എം കെ രാഘവന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് LDF ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഒപ്പം എം കെ രാഘവൻ തന്നെ കൊടുക്കാൻ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ശ്രമിച്ചെന്നും ഇത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതിയും പോലീസിന് നൽകിയിരുന്നു. ഈ പരാതികളിൽ എം കെ രാഘവന്റെ പരാതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF നൽകിയ പരാതിയിലുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ 2 കേസും അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരായ വാഹിദും അതേപോലെ തന്നെ ACP വാഹിദും DCP ജമാലുദ്ദീനുമാണ് കോഴിക്കോട്ടെ വസതിയിലെത്തി എം കെ രാഘവന്റെ മൊഴി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എം കെ രാഘവൻ മൊഴി നൽകുന്നതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് നേരിട്ട് പ്രചരണ സ്ഥലത്തെത്തി നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായി തന്നെ 7 മണിയോടുകൂടി 7:10 അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം പ്രാഥമികമായി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാനലും അന്വേഷണ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കാരണം ചാനൽ മേധാവിയുടെയും അതേപോലെ തന്നെ റിപ്പോർട്ടർമാരുടെയും മൊഴി രേഖപ്പെടുത്തും. ഒപ്പം ഈ ഫുട്ടേജ് കസ്റ്റഡിയിലെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം തുടരന്വേഷണത്തിന്റെ ഭാഗമായി കടക്കുമെന്നും വാഹിദ് വ്യക്തമാക്കുകയുണ്ടായി. ലതീഷ്, ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവാകട്ടെ ഈ കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ എം കെ രാഘവനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തീർച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇതിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അത്തരത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഇന്നലെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞത് എം കെ രാഘവനെ പാർട്ടിക്കും തനിക്കും പൂർണ്ണ വിശ്വാസമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള അന്വേഷണവും പാർട്ടി തലത്തിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അന്വേഷണം എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. അദ്ദേഹം UDFന്റെ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ നിലവിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് കൂടുതൽ എം കെ രാഘവനും അതേപോലെ തന്നെ UDFനും തിരിച്ചടിയാകുമെന്ന ഒരു കൃത്യമായ ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു അന്വേഷണത്തിന് ഉള്ള സാധ്യത ഇപ്പോഴില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ഒരു കാര്യം പാർട്ടി തലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുമോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല.
ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവുക എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. ശരി. കോൺഗ്രസ് നേതാവ് എം കെ രാഘവനെതിരെയുള്ള 5 കോടി കോഴ കേസിൽ കുരുക്കുമുറുക്കുന്നു. പോലീസ് അന്വേഷണം ഊർജിതമായിരിക്കുകയാണ്. കോഴിക്കോട് SCP വാഹിദും DCP ജമാലുദ്ദീനും അടക്കമുള്ള പോലീസ് സംഘം അദ്ദേഹത്തിന്റെ മൊഴി വസതിയിലെത്തി ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. രാവിലെയാണ് മൊഴി എടുത്തിരിക്കുന്നത്. അതിനുശേഷം എം കെ രാഘവൻ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു മാധ്യമങ്ങളോട്. വിശദാംശങ്ങളാണ് ലതീഷ് നൽകിയത്. PM നരേന്ദ്രമോദി എന്ന ചിത്രത്തിനെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് PM നരേന്ദ്രമോദി. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവറാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് കേസിൽ ഇന്ന് വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമെന്നാണ് ഹർജിക്കാരുടെ വാദം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് സതീഷ് ഗെയ്ക്വാദും ചിത്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ 50% VVPAT രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 50% VVPAT എണ്ണുന്നതിലൂടെ ഫലമറിയാൻ വേണ്ടി 5 ദിവസം കാത്തിരിക്കാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാനാണ് ഈ ആവശ്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. VVPAT രസീതുകൾ എണ്ണാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി ആൾക്കാരെ ചുമതലപ്പെടുത്തണമെന്നും സത്യവാങ്മൂലത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1-ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. 185 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിസാമാബാദിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി. EVM മെഷീനിൽ തന്നെയായിരിക്കും വോട്ടെടുപ്പെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനായി കൂടുതൽ EVM യൂണിറ്റുകൾ തെലങ്കാനയിൽ എത്തിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണങ്ങൾ നാളെ വൈകുന്നേരം സമാപിക്കും. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നായിരിക്കെ 243 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പത്രികകൾ വയനാട്ടിലാണ്, 22 എണ്ണം. പത്തനംതിട്ട, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിൽ 7 വീതം പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് കേവലം 2 ആഴ്ച മാത്രം അവശേഷിക്കെ നാടിളക്കാൻ VIP-കളും എത്തിത്തുടങ്ങും. നാടിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വാഹന പര്യടനത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളിലേക്ക് 3 മുന്നണികളും കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവർ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളിലാണ്. രാഹുൽ ഗാന്ധിയും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ UDF-നെ കളത്തിലിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ന് തലസ്ഥാന നഗരിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടവേള.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 2 ലക്ഷം യുവജന സ്ക്വാഡുകൾ ഇന്നു മുതൽ സജീവമാകും. തിങ്കൾ, ചൊവ്വ, ബുധൻ തീയതികളിലാണ് ബൂത്ത് തലത്തിൽ യുവജന സംഘടനാ നേതാക്കൾ ഭവന സന്ദർശനം നടത്തുക. 12 മുതൽ കേന്ദ്ര സർക്കാരിന്റെ യുവജന വഞ്ചന തുറന്നുകാട്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കും. ഇന്ന് നടക്കുന്ന ഭവന സന്ദർശനത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം നെടുമങ്ങാടും, സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് എറണാകുളത്തും, സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് പേരാമ്പ്രയിലും സ്ക്വാഡ് നേതൃത്വം നൽകും. AYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് കൽപ്പറ്റയിലും, സംസ്ഥാന പ്രസിഡന്റ് ആർ സജിലാൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KS അരുൺ എന്നിവർ തിരുവനന്തപുരത്തും യുവജന സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായെങ്കിലും പ്രേമചന്ദ്രൻ സംഘികൾക്ക് പ്രിയങ്കരനെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മത്സരിക്കുന്നത് UDFിലാണെങ്കിലും BJP മനസ്സാണ് പ്രേമചന്ദ്രന്. തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയിൽ എവിടെയും മോദി വിരുദ്ധ പരാമർശങ്ങൾ ഇല്ലെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. കൊല്ലം ചാത്തന്നൂരിലും അയത്തിലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഇരട്ട രാഷ്ട്രീയം പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. RSSുമായി UDFിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം എന്താണ്? സൗഹൃദ ബന്ധം വഴി ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ജയിച്ചാൽ പാർലമെന്റിൽ സന്നിധ ഘട്ടത്തിൽ BJPയെ സഹായിക്കാം. ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചു. മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസുകാർ എതിർത്ത് വോട്ട് ചെയ്തില്ല, ഇടതുപക്ഷം എതിർത്ത് വോട്ട് ചെയ്തു. ഇതാണ് ഒത്തുകളി. കേന്ദ്രത്തിൽ മതേതര സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവണം. അതിന് ഇടത് MPമാർ ലോക്സഭയിൽ എത്തണമെന്നും ഉത്തരേന്ത്യയിൽ മൃദുഹിന്ദുത്വ സമീപനവും വയനാടിൽ മതേതരത്വവും അവകാശപ്പെടുന്നവരെ എങ്ങനെ വിശ്വസിക്കുമെന്നും കോടിയേരി ചോദിച്ചു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്ന വാദം കേരളത്തിലും നടപ്പിലായി തുടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോദിയെയും മൻമോഹൻ സിംഗിനെയും കടന്നാക്രമിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. മോദി കൊള്ളക്കാർക്ക് കാവലാളാകുമ്പോൾ മൻമോഹൻ സിംഗ് അതിന് വഴിതെളിച്ചയാളാണെന്ന് VS. തിരുവനന്തപുരം പേരൂർക്കടയിൽ LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ളക്കാർക്ക് കാവൽ നിൽക്കുകയാണ് ചൌക്കിദാർ മോദിയെന്ന് VS അച്യുതാനന്ദൻ പരിഹസിച്ചു. ഉലകം ചുറ്റും വാലിബന് രാജ്യത്തെ കർഷക ആത്മഹത്യ കാണാൻ സമയമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അംബാനിമാർക്കും നീരവ് മോദിമാർക്കും കോടികൾ കൊയ്യാൻ വഴിയൊരുക്കിയതാണ് BJP സർക്കാരിന്റെ 5 വർഷത്തെ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. 14,000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വിജയമല്യ നിരവ് മോഡി എന്നു തുടങ്ങി 27 സാമ്പത്തിക കുറ്റവാളികൾ സുരക്ഷിതമായി ഇന്ത്യ വിടാൻ ആ മഹാൻ കാവൽ നിന്നിട്ടുണ്ട്. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണെന്നും അഴിമതിയുടെ കുംഭമേളയായിരുന്നു 2ാം UPA സർക്കാരിന്റെ കാലത്തെന്നും അദ്ദേഹം പറഞ്ഞു. കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത്. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിയും ദുഷിച്ച സാമ്പത്തിക നയങ്ങളുമായിരുന്നു എന്നർത്ഥം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായങ്ങളുടെ കുരുതിക്കളമാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. 500ഓളം ഇടത്തരം വൻ വ്യവസായശാലകളിൽ 380 വ്യവസായശാലകളും അടച്ചുപൂട്ടി കഴിഞ്ഞു. ബാക്കിയുള്ള പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും പ്രധാന വ്യവസായ മേഖലയായ ജഗദീഷ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്താൻ പോലും മനസ്സുകാട്ടിയില്ല. ലക്നൌ വാരണാസി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുകയാണ് ജഗദീഷ്പൂർ. അമേഠിയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് ജഗദീഷ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജഗദീഷ്പൂരിന്റെ പ്രതാപം അസ്തമിച്ചു.
രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് അമേഠിയുടെ കടിഞ്ഞാൺ രാഹുലിന്റെ കയ്യിലെത്തിയത് തൊട്ട് വ്യവസായ കേന്ദ്രങ്ങളിലെ സൈറൺ മുഴക്കം നിലച്ചു തുടങ്ങി. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ 500ഓളം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു അമേഠിയിൽ. ഇതിൽ 380 എണ്ണവും ഇന്ന് അടച്ചുപൂട്ടി കഴിഞ്ഞു. अगर हम बात करें तो अराउंड 90 के आसपास अराउंड 500 इंडस्ट्रीज रजिस्टर्ड थी यहाँ पे. आज हम देखें तो 80% इंडस्ट्रीज क्लोज हैं. വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ മേഖലയിലെ മാൾവിക സ്റ്റീൽ ഫാക്ടറി സെയിൽ ഏറ്റെടുത്തത്. അമേഠിയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ മാൾവികയിൽ ഇപ്പോൾ ഉൽപാദനം നിലച്ചു കഴിഞ്ഞു. സമീപത്ത് പ്രവർത്തിക്കുന്ന ബെല്ലും മോശം സ്ഥിതിയിലാണ്. ഉഷ റെക്ടിഫയർ, ഹിന്ദുസ്ഥാൻ പേപ്പർ മിൽ, യൂണിച്ചർ ടെക്സ്റ്റൈൽസ്, ഗോണ്ടി സിമൻസ് ഇങ്ങനെ നീളുന്നു വിവിധ കാലയളവിൽ പൂട്ടിപ്പോയ സംരംഭങ്ങളുടെ എണ്ണം. എന്നിട്ടും 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ദുരവസ്ഥ നേരിട്ട് കാണാനോ പരിഹരിക്കാനോ രാഹുൽ ഗാന്ധി ജഗദീഷ്പൂരിൽ എത്തിയില്ലെന്നതാണ് അത്ഭുതം. जैसा मैं देख रहा हूँ कि लास्ट 15 ईयर से राहुल गांधी आते तो हैं, एवरी ईयर एवरी 6 मंथ पे भी आते हैं, लेकिन जो यहाँ नेशनल हाईवे है उस नेशनल हाईवे से वो निकल जाते हैं. कभी उन्होंने इस एरिया में एंट्री ही नहीं किया. ഇതാണ് ആരിഫ് സിമൻസ് കമ്പനി. അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിട്ടു. ഇവിടുത്തെ ജോലി പോയതോടെ ജീവിക്കാനായി വാച്ച്മാന്റെ ജോലി ചെയ്യുകയാണ് പഴയ എഞ്ചിൻ ഓപ്പറേറ്റർ വിശ്രാം. പണ്ട് വൈകുന്നേരങ്ങളിൽ ജഗദീഷ്പൂരിലെ ഫാക്ടറികളിലേക്കുള്ള റോഡുകളിൽ ജോലി കഴിഞ്ഞവരും അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ളവരും കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുമായിരുന്നു. ഇന്ന് പേരിന് മാത്രമാണ് ഈ വഴികളിലെ ആൾപ്പെരുമാറ്റം. നോട്ട് നിരോധനത്തിനും GSTക്കും മുൻപ് തന്നെ ജഗദീഷ്പൂരിലെ വ്യവസായങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിത്തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനവും GSTയും കൂടിയായതോടെ തകർച്ച സമ്പൂർണമായി. ജഗദീഷ്പൂരിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് അപ്പീലുമായി ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പീലിൽ തീർപ്പാകുന്നതുവരെ വിചാരണ നീട്ടിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ വസ്തുതകളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിലല്ല പ്രതിയാക്കിയതെന്നാണ് ഹർജിയിൽ ദിലീപ് ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് അന്വേഷണം നിഷ്പക്ഷമായിരുന്നില്ലെന്നും ഹർജിയിൽ ദിലീപ് ആരോപിക്കുന്നു. സത്യാവസ്ഥ പുറത്തുവരാൻ സംസ്ഥാന പോലീസിന് പുറത്തുള്ള CBI പോലുള്ള ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്നാണ് ദിലീപ് ആവശ്യപ്പെടുന്നത്. തൊടുപുഴയിൽ 7 വയസ്സുകാരന് അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. കുട്ടി ചികിത്സയിലിരിക്കെ കഴിഞ്ഞയാഴ്ചയായിരുന്നു ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായത്. എന്നാൽ പിന്നീട് കുട്ടി മരിച്ചു. സംഭവത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. ബാർക്കോഴ കേസിൽ തനിക്കെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് കോടതി വിധിക്കെതിരെ KM മാണി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KM മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണോ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രാഥമിക വാദം നടന്നിരുന്നു. മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുൻകൂർ അനുമതിയോടെ തുടരന്വേഷണം നടത്താമെന്നായിരുന്നു വിചാരണ കോടതി ഉത്തരവ്. തുടരന്വേഷണം ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി VS അച്യുതാനന്ദനും ബിജു രമേശും സമർപ്പിച്ച ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. സിഖ് വിരുദ്ധ കലാപ കേസിലെ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ വാദം കേൾക്കുന്നതിൽ നിന്ന് സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഫെബ്രുവരി 25-ന് പിന്മാറിയിരുന്നു. ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, അബ്ദുൾ നസീർ എന്നിവരുടെ ബെഞ്ചാണ് വാദം കേൾക്കുക. താൻ ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ സജ്ജൻ കുമാറിന്റെ ഹർജിയിൽ വാദം കേട്ടിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ഖന്ന അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. 1984-ലെ സിഖ് വിരുദ്ധ കലാപത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ട കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡിസംബർ 17-ന് ദില്ലി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ദില്ലി ബോർഡറിലുള്ള മണ്ഡോലി ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സജ്ജൻ കുമാർ ഇപ്പോൾ. കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലം വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പ്രതിസന്ധിയിൽ. 6 മാസത്തിലധികമായി തൊഴിലാളികൾക്ക് ശമ്പളമില്ല. സംസ്ഥാന സർക്കാരിന് ഗണ്യമായ മുതൽ മുടക്കുള്ള സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുമെന്ന പിടിവാശിയിലാണ് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപകമായ ന്യൂസ് പ്രിന്റ് ഇറക്കുമതി മൂലം തകർച്ചയിലായ HNL-ന് സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പകരം കമ്പനി സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര നീക്കം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നൽകാത്തതിനാൽ ഇവിടുത്തെ ഉൽപാദനം നിലച്ചിട്ട് 3 മാസമായി. 6 മാസമായി ശമ്പളം ലഭിക്കാത്ത തൊഴിലാളികൾ ദുരിതത്തിലാണ്. 3 മാസത്തിൽ കൂടുതലായിട്ട് കമ്പനി പ്രവർത്തിക്കുന്നില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ 6 മാസത്തോളമായിട്ട് ശമ്പളം കിട്ടുന്നില്ല.
അങ്ങനെ വലിയ അരക്ഷിതാവസ്ഥയിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതേപോലെ കറണ്ട് ചാർജ് ഇനത്തിലും ഈ അസംസ്കൃത വസ്തുക്കളുടെ ഇനത്തിലും 30 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് കമ്പനി കൊടുക്കാനുണ്ട്. അതിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു നിർബന്ധവും ചെലുത്താതെ സാവകാശം കൊടുത്ത് എങ്ങനെയെങ്കിലും ഇത് നിലനിന്ന് പോകട്ടെ എന്ന നിലപാടെടുത്ത് മുമ്പോട്ട് പോവുകയാണ്. HNL ഏറ്റെടുക്കാമെന്ന നിലപാടുമായി കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ച സംസ്ഥാന സർക്കാരിനോട് ലേലത്തിൽ പങ്കെടുക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. ഫാക്ടറിക്കായി 600 ഏക്കറിലധികം ഭൂമി നൽകിയത് കേരള സർക്കാരാണ്. ഈ ഭൂമിയുടെ വിൽപ്പനയാണ് കമ്പനി സ്വകാര്യവൽക്കരണത്തിന്റെ മറവിൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിലവിലെ MP ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് ചേക്കേറിയതോടെ പ്രതിസന്ധി ഘട്ടത്തിൽ HNLന് വേണ്ടി സംസാരിക്കാൻ ജനപ്രതിനിധി ഇല്ലാത്തതും തിരിച്ചടിയായി. കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാടുകളാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ഇന്നത്തെ ദുരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പുകരോടൊപ്പം വെള്ളൂരിൽ നിന്നും TP പ്രശാന്ത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ശ്രീധന്യയ്ക്ക് ജന്മനാടിന്റെ ആദരം. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ശ്രീധന്യയെ കാണാനും അനുമോദിക്കാനും നിരവധി പേരെത്തി. കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ P സദാശിവം ശ്രീധന്യയെ അഭിനന്ദിച്ചു. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ശ്രീധന്യയെ ഗോത്രാചാരങ്ങളോടെയായിരുന്നു ബന്ധുക്കൾ വരവേറ്റത്. പൊരുതി നേടിയ വിജയത്തിന്റെ തിളക്കവുമായി പൊഴുതന ഇടിയംവയൽ അമ്പലക്കൊല്ലി കോളനിയിലെ വീട്ടിലേക്ക് ശ്രീധന്യ എത്തി. നാട്ടുകാരും ബന്ധുക്കളും ധന്യയെ കാണാൻ വീട്ടിലെത്തിയിരുന്നു. വിജയത്തിന് കരുത്തായവരോടൊക്കെ കടപ്പാടുണ്ടെന്ന് ശ്രീധന്യ പറഞ്ഞു. പ്രതീക്ഷിച്ചില്ല ഇതൊന്നും. ഒരുപാട് നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ്. എല്ലാവർക്കും നന്ദി. കൽപ്പറ്റ MLA CK ശശീന്ദ്രനും ധന്യയുടെ വീട്ടിലെത്തി. വയനാട്ടിലൊരു ആദിവാസി കളക്ടർ വേണമെന്ന് എന്റെ ആഗ്രഹം. കളക്ടറേറ്റിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ P സദാശിവം ശ്രീധന്യയെ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും നാടിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുമെല്ലാം ചോദിച്ചറിഞ്ഞു. ഒപ്പം രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന ഉപദേശവും. സിവിൽ സർവീസ് നേടിയ മിടുക്കിയെ അഭിനന്ദിക്കാൻ നാട്ടുകാരും ജനപ്രതിനിധികളും അമ്പലക്കൊല്ലി കോളനിയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി പ്രഭാത നടത്തക്കാരും ഡോക്ടർമാരും ചേർന്ന് ലീഗ് നേതാവ് യൂനുസ് കുഞ്ഞിന്റെ ആശ്രാമം ആടുചെറിയത്തിന്റെ മുന്നിൽ നിന്നും KN ബാലഗോപാൽ രാജ്യസഭാ MP ആയിരിക്കെ സ്ഥാപിച്ച ഓപ്പൺ ജിംനേഷ്യം വരെ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. KN ബാലഗോപാലും പങ്കെടുത്തു. ഒളിമ്പ്യൻ അനിൽകുമാർ പ്രായം കുറഞ്ഞ ഫിഡെ മാസ്റ്റർ ജൂബിൻ ജിമ്മിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. IMA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിജു ബി നെൽസൺ ആരോഗ്യ സന്ദേശം നൽകി. ആശ്രാമത്തെ യൂനിസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്ന് തുടങ്ങിയ നടത്തം അഡ്വഞ്ചർ പാർക്കിലെ ഓപ്പൺ ജിംനേഷ്യം വരെ നീണ്ടു. രാജ്യസഭാ MP ആയിരുന്നപ്പോൾ താൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിലെ ഉപകരണങ്ങളിൽ ബാലഗോപാലിന്റെ പരിശ്രമം കണ്ടുനിന്നവരിൽ കൗതുകമുണർത്തി. ജിമ്മിലേക്ക് കുറച്ച് ഉപകരണങ്ങൾ കൂടി വരുത്തുന്നത് സംബന്ധിച്ചും വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും വാക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങളുമായി ചർച്ച. സെൽഫി എടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചുവന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥിയുടെ മടക്കം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആതുര സേവന രംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച IRPC മോഡൽ കോഴിക്കോട് നടപ്പാക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന്റെ പ്രചരണാർത്ഥം ആണ് ഇടതുപക്ഷ യുവജന സംഘടന യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള സേവന പ്രവർത്തനം. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ആതുര സേവന രംഗത്ത് കൂടി ശ്രദ്ധേയമായ പേരാണ് P ജയരാജന്റേത്. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് IRPC കണ്ണൂർ ജില്ലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വടകര മണ്ഡലത്തിൽ കൂടി വ്യാപിപ്പിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിനിടയിലും ആശുപത്രിയിലെത്തി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇവർ. വടകര മണ്ഡലം കേന്ദ്രീകരിച്ച് രൂപീകരിച്ച യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. IRPCയുടെ മാതൃക, കണ്ണൂരിന്റെ IRPCയുടെ മാതൃക ഈ വടകര മണ്ഡലത്തിലാകെ വ്യാപിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിലെ യുവജന സംഘടനകൾ തീരുമാനിച്ചത്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഇപ്പോൾ ഇവിടെ ഈ രക്തം ദാനം ചെയ്യുന്നത് പേരാമ്പ്ര മണ്ഡലത്തിലെ യൂത്ത് ബ്രിഗേഡ് നേതൃത്വത്തിലാണ്. അവിടെയുള്ള യുവജന സംഘടനകൾ, ഇടതുപക്ഷ യുവജന സംഘടന എല്ലാവരും സംയുക്തമായി കൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. രക്തദാനം, ആശുപത്രി ശുചീകരണം, കിടപ്പിലായ രോഗികളെ പരിചരിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ഒരു ദിവസം 30 പേരാണ് മെഡിക്കൽ കോളേജിലെത്തി രക്തം ദാനം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ സമൂഹത്തിന് നന്മ പകരുന്ന പ്രവർത്തനം കാഴ്ചവെച്ച് മാതൃകയാവുകയാണ് ഇവർ. വിവിധ ആശുപത്രികളിലെത്തി സേവന പ്രവർത്തനം നടത്തുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. കണ്ണൂരിനെ സ്വാന്തന പരിചരണ സൗഹൃദ ജില്ലയാക്കി മാറ്റിയ P ജയരാജൻ മാതൃക വടകര മണ്ഡലത്തിലൂടെ വ്യാപിപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.
സാംസ്കാരിക ലോകം ഇടതുപക്ഷത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് കൂട്ടായ്മ നടന്നു. ഇടതുപക്ഷ സാംസ്കാരിക കൂട്ടായ്മയായ വിവ റിപ്പബ്ലിക്കയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ഷാജിയൻ കരുൺ സംഗമം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാർ, ചിത്രകാരന്മാർ, നാടകപ്രവർത്തകർ, ഗായകർ, നാടൻപാട്ടുകാർ എന്നിവരാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒത്തുകൂടിയത്. സാംസ്കാരിക ലോകം ഇടതുപക്ഷത്തിനൊപ്പമെന്ന് പ്രഖ്യാപിച്ച് വിവിധ കലാപരിപാടികൾ കൂട്ടായ്മയുടെ ഭാഗമായി നടന്നു. സാംസ്കാരിക സംഗമം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഷാജിയൻ കരുൺ ഉദ്ഘാടനം ചെയ്തു. അവരുടേതാണ് ശരി എന്ന് പറയുന്നതും ഇവരാണ് ഞങ്ങൾ എന്ന് ഇന്ത്യ എന്ന് സൂചിപ്പിക്കുമ്പോൾ ആ ഫൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പക്ഷേ വലിയൊരു കൾച്ചറൽ വാറാണ്. കെ പി രാമനുണ്ണി അധ്യക്ഷത വഹിച്ചു. ഇവിടുത്തെ ജനവിഭാഗങ്ങളെ വർഗീയമായി വിഭജിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്ത് മുഴുവൻ പുതിയ സാമ്രാജ്യത്വമായ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഛുട്ടശക്തികളാണ് ഈ ഇലക്ഷനിൽ മുൻകൈയെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരായി എന്തു വില കൊടുത്തും പ്രതിരോധിക്കുക എന്നതിന്റെ ഒരു കൂടിച്ചേരലാണ് നാം ഇവിടെ നടത്തുന്നത്. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. മറ്റ് വ്യക്തിപരമായ അജണ്ടകളില്ലാതെ ഇത് സ്വത്ത് സമ്പാദനത്തിനും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള കച്ചവടമല്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രദീപിനെ തന്നെയാണ് നമുക്ക് ഇത്തവണ നമ്മുടെ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക്. അജിത, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ്, KN കുഞ്ഞാമത്, CP അബൂബക്കർ, ഡോക്ടർ PK പോക്കർ, കവിത മുഖോപാധ്യായ, A ശാന്തകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ സാംസ്കാരിക സംഗമത്തിനെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രമുഖ ദേശീയ നേതാക്കളുടെ പ്രചാരണം. CPIM പോൾ ബ്യൂറോ അംഗം സുഭാഷിണി അലിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുമാണ് മുന്നണി പ്രവർത്തകർക്ക് ആവേശം പകർന്ന് മണ്ഡലത്തിൽ പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ചത്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിൽ 5ാം വട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. രാമചന്ദ്രൻ പിള്ളയ്ക്ക് പിന്നാലെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDFന് വേണ്ടി പ്രചാരണത്തിനെത്തിയത്. ബന്ദിയോട്, പാടി, ചോയ്യങ്കോട്, മാതമംഗലം എന്നിവിടങ്ങളിൽ വമ്പിച്ച LDF പൊതുയോഗങ്ങളിൽ സുഭാഷിണി അലി പ്രസംഗിച്ചു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങുവാൻ കൂടുതൽ ഇടതുപക്ഷ MPമാർ വിജയിച്ചു വരണമെന്ന് സുഭാഷിണി അലി പറഞ്ഞു. We have to see that the red flag also goes into that parliament. If the red flag is not there, none of these parties is going to hear the voice of poor people. They will not hear the voice of women. They will not hear the voice of the farmers and the workers. They will not hear the voice of the minorities and of the Dalits. പെരിയ കൊലപാതകത്തിൽ CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ അനുകൂലിക്കണമെന്നാവശ്യപ്പെട്ട AK ആന്റണി കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇക്കാര്യത്തിലുള്ള തന്റെ നിലപാട് കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞുകൊള്ളാമെന്ന് ആന്റണി പറഞ്ഞു. പെരിയയിലും പയ്യന്നൂരിലും UDF യോഗങ്ങളിൽ AK ആന്റണി പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിലെ 5ാം വട്ട പര്യടനത്തിന് കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 49ാം റാങ്ക് നേടിയ രഞ്ജന മേരി വർഗീസിനെ ബദിയടുക്കയിലെ വീട്ടിലെത്തി സതീഷ് ചന്ദ്രൻ അഭിനന്ദിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രിക്കുണ്ടാറും മണ്ഡലത്തിൽ പ്രചാരണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നാടുണർത്തി കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചറുടെ 3ാം ഘട്ട പര്യടനം തുടങ്ങി. സ്നേഹോഷ്മള വരവേൽപ്പാണ് ശ്രീമതി ടീച്ചർക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിക്കുന്നത്. LDF പ്രചാരണ റാലികളിലും വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. കണ്ണൂരിന് ശ്രീമതി മതിയെന്ന് ആഹ്ലാദാരവം മുഴക്കിയാണ് ഓരോ കേന്ദ്രങ്ങളിലും ജനക്കൂട്ടം സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നത്. ശ്രീമതി ടീച്ചറുടെ വാഹനം കടന്നുപോകുന്ന വഴികളിലെല്ലാം കണ്ണൂരിന്റെ വികസന നായികയെ കാണാനും വിജയാശംസകൾ നേരാനും നിരവധി പേർ കാത്തുനിൽക്കുന്നു. ശ്രീമതി ടീച്ചറുടെ വികസന നേട്ടങ്ങൾ എത്താത്ത ഒരു പ്രദേശം പോലും കണ്ണൂരിൽ ഇല്ല. MP എന്ന നിലയിൽ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് ഈ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ. ഒരുപാട് പ്രായം ചെന്നവരും ചെറുപ്പക്കാരും സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. അതിനർത്ഥം ഞാൻ പറഞ്ഞത് തന്നെയാണ്, ധാരാളം ആളുകൾ കൂടുതലായിട്ട് വരികയാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച് വരണം. അത് സാധാരണ ജയം പോരാ, ഉജ്ജ്വലമായ ഒരു ജയം ഉണ്ടാവണമെന്നുള്ള അതീവ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രകടമായ തെളിവ്
ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടമാണ്. അഴീക്കോട് നിയോജക മണ്ഡലത്തിലാണ് മൂന്നാം ഘട്ട പര്യടനത്തിന് തുടക്കം കുറിച്ചത്. 22 കേന്ദ്രങ്ങളിലായിരുന്നു സ്വീകരണം. വിവിധ കേന്ദ്രങ്ങളിൽ വാദ്യമേളവും വെടിക്കെട്ടും തനത് കലാരൂപങ്ങളുമായാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. മൂന്നാം ഘട്ട പര്യടനവും ആരംഭിച്ചതോടെ ശ്രീമതി ടീച്ചർ പ്രചരണത്തിൽ വ്യക്തമായ മേധാവിത്വം നേടിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര നടപടിക്കെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. എസ് എ ബോബ്ഡെ അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സന്നദ്ധ സംഘടനയായ യൂത്ത് ഫോർ ഇക്വാലിറ്റി അടക്കം നിരവധി പേരാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങളുടെ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി ചേർന്നു പോകുന്നതല്ലെന്നാണ് ഹർജികളിൽ ചൂണ്ടിക്കാട്ടുക. 1973 കേശവാനന്ദ ഭാരതി കേസിലും 1993 ഇന്ദിരാ സാഹ്നി കേസിലും സാമ്പത്തിക സംവരണത്തിനെതിരായ സുപ്രീംകോടതി പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിൽ കാറിനു പിന്നിൽ കണ്ടെയ്നർ ട്രെയിലർ ഇടിച്ച അപകടം. ഇടിയുടെ ആഘാതത്തിൽ മേൽപ്പാലത്തിന്റെ കൈവരി തകർത്ത് കാർ റെയിൽപാളത്തിൽ വീണു. കാർ ഓടിച്ചിരുന്ന എളമക്കര സ്വദേശി അർജുനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, എപ്പോഴാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? പ്രിയ, രാവിലെ ഏകദേശം 9:30 അടുപ്പിച്ച് തന്നെയാണ് അപകടമുണ്ടായത്. പാലാരിവട്ടത്തിൽ നിന്നും വൈറ്റിലയിലേക്ക് പോവുകയായിരുന്ന കാറിന് പിന്നിലായിരുന്നു കണ്ടെയ്നർ ഇടിച്ചത്. സ്വാഭാവികമായും ഇന്ന് രാവിലെ നല്ല തിരക്കുള്ള ദിവസം കൂടിയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർത്താണ് താഴെ കൂടി തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകുന്ന റെയിൽപാളത്തിലേക്ക് കാർ മറിഞ്ഞു വീണത്. എന്തായാലും വലിയ പരിക്കുകളോട് തന്നെയാണ് അർജുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുകൾ ഭാഗം ആ വീഴ്ചയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പാലത്തിലും അതുപോലെ ബൈപ്പാസിലും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് തന്നെയാണ് പ്രിയ അനുഭവപ്പെടുന്നത്. വിഷ്ണു, ഈ കാറിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അർജുനൊപ്പം വേറെ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ഇല്ല പ്രിയ, കാറിൽ അർജുൻ ആയിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. അർജുൻ മാത്രമേ കാറിൽ ഉണ്ടായിരുന്നുള്ളൂ. അർജുന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോലീസും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് കാർ റെയിൽവേ പാളത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം കണ്ടെയ്നർ ലോറി ഈ ഒരു ഗതാഗതക്കുരുക്ക് പരിഗണിച്ച് പാലത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏറെ തിരക്കുള്ള റോഡായതിനാൽ ഈ ഒരു റോഡിൽ വലിയ രീതിയിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് രൂപം കൊണ്ടിട്ടുണ്ട്. പ്രിയ, ശരി. വൈറ്റില റെയിൽവേ മേൽപ്പാലത്തിൽ കാറിന് പിന്നിൽ കണ്ടെയ്നർ ട്രെയിലർ ഇടിച്ച അപകടമുണ്ടായിരിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ മേൽപ്പാലത്തിന്റെ കൈവരി തകർത്തത് കാർ റെയിൽപാളത്തിൽ വീണു. കാറിലുണ്ടായിരുന്ന അർജുൻ എന്നയാളെ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാവ് MK രാഘവനെതിരെയുള്ള 5 കോടി കോഴക്കേസിൽ കുരുക്ക് മുറുകുന്നു. പോലീസ് അന്വേഷണം ഊർജിതം. കോഴിക്കോട് ACP വാഹിദും DCP ജമാലുദ്ദീനും അടക്കമുള്ള പോലീസ് സംഘം MK രാഘവന്റെ വസതിയിലെത്തി മൊഴിയെടുത്തു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെയെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതിനു ശേഷം MK രാഘവൻ പ്രതികരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ മൊഴി കൊടുത്തു. അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം നടക്കട്ടെ. ഒന്നുമില്ല, ഞാനല്ല അന്വേഷണ ഘട്ടത്തിലാണ് പറഞ്ഞല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം നടക്കട്ടെ. പിന്നെ ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ, നിയമ കോടതിയും തീരുമാനിക്കട്ടെ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കട്ടെ. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ മൊഴി കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി എടുത്തു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ജനകീയ കോടതിയും അതുപോലെ തന്നെ നിയമ കോടതിയും തീരുമാനിക്കട്ടെ. യെസ്, ഓക്കെ. PM നരേന്ദ്രമോദി എന്ന ചിത്രത്തിനെതിരായ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് PM നരേന്ദ്രമോദി. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവറാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് കേസിൽ ഇന്ന് വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചത്. ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമെന്നാണ് ഹർജിക്കാരുടെ വാദം.
റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് സതീഷ് ഗെയ്ക്വാദും ചിത്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 50% വിവിപാറ്റ് എണ്ണുന്നതിലൂടെ ഫലമറിയാൻ വേണ്ടി 5 ദിവസം കാത്തിരിക്കാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഉറപ്പാക്കാനാണ് ഈ ആവശ്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി ആൾക്കാരെ ചുമതലപ്പെടുത്തണമെന്നും സത്യവാങ്മൂലത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. 185 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിസാമാബാദിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി. EVM മെഷീനിൽ തന്നെയായിരിക്കും വോട്ടെടുപ്പെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനായി കൂടുതൽ EVM യൂണിറ്റുകൾ തെലങ്കാനയിൽ എത്തിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണങ്ങൾ നാളെ വൈകുന്നേരം സമാപിക്കും. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നായിരിക്കെ 243 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പത്രികകൾ വയനാട്ടിലാണ്, 22 എണ്ണം. പത്തനംതിട്ട, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിൽ 7 വീതം പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് കേവലം 2 ആഴ്ച മാത്രം അവശേഷിക്കെ നാടിളക്കാൻ വിഐപികളും എത്തിത്തുടങ്ങും. നാടിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വാഹന പര്യടനത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളിലേക്ക് 3 മുന്നണികളും കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവർ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളിലാണ്. രാഹുൽ ഗാന്ധിയും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ UDF-നായി കളത്തിലിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ന് തലസ്ഥാന നഗരിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 2 ലക്ഷം യുവജന സ്ക്വാഡുകൾ ഇന്നു മുതൽ സജീവമാകും. തിങ്കൾ, ചൊവ്വ, ബുധൻ തീയതികളിലാണ് ബൂത്ത് തലത്തിൽ യുവജന സംഘടനാ നേതാക്കൾ ഭവന സന്ദർശനം നടത്തുന്നത്. 12 മുതൽ കേന്ദ്ര സർക്കാരിന്റെ യുവജന വഞ്ചന തുറന്നുകാട്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കും. ഇന്ന് നടക്കുന്ന ഭവന സന്ദർശനത്തിൽ DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീം നെടുമങ്ങാടും, സംസ്ഥാന പ്രസിഡന്റ് S. സതീഷ് എറണാകുളത്തും, സംസ്ഥാന ട്രഷറർ SK സതീഷ് പേരാമ്പ്രയിലും സ്ക്വാഡ് നേതൃത്വം നൽകും. AYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് കൽപ്പറ്റയിലും, സംസ്ഥാന പ്രസിഡന്റ് R. സജ്ജാൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KS അരുൺ എന്നിവർ തിരുവനന്തപുരത്തും യുവജന സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായെങ്കിലും പ്രേമചന്ദ്രൻ സംഘികൾക്ക് പ്രിയങ്കരനെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മത്സരിക്കുന്നത് UDF-ലാണെങ്കിലും BJP മനസ്സാണ് പ്രേമചന്ദ്രന്. തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥനയിൽ എവിടെയും മോദി വിരുദ്ധ പരാമർശങ്ങൾ ഇല്ലെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി.
കൊല്ലം ചാത്തന്നൂരിലും അയത്തിലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലാണ് കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ ഇരട്ട രാഷ്ട്രീയം പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. RSSുമായി UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം എന്താണ്? സൗഹൃദ ബന്ധം വഴി ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ജയിച്ചാൽ പാർലമെന്റിൽ സന്നിധ ഘട്ടത്തിൽ BJPയെ സഹായിക്കാം. ഈ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചു. മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസുകാർ എതിർത്ത് വോട്ട് ചെയ്തില്ല, ഇടതുപക്ഷം എതിർത്ത് വോട്ട് ചെയ്തു. ഇതാണ് ഒത്തുകളി. കേന്ദ്രത്തിൽ മതേതര സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവണം. അതിന് ഇടത് MPമാർ ലോക്സഭയിൽ എത്തണമെന്നും ഉത്തരേന്ത്യയിൽ മൃദുഹിന്ദുത്വ സമീപനവും വയനാടിൽ മതേതരത്വവും അവകാശപ്പെടുന്നവരെ എങ്ങനെ വിശ്വസിക്കുമെന്നും കോടിയേരി ചോദിച്ചു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്ന വാദം കേരളത്തിലും നടപ്പിലായി തുടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോദിയെയും മൻമോഹൻ സിംഗിനെയും കടന്നാക്രമിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. മോദി കൊള്ളക്കാർക്ക് കാവലാകുമ്പോൾ മൻമോഹൻ സിംഗ് അതിന് തെളിച്ചയാളാണെന്ന് VS. തിരുവനന്തപുരം പേരൂർക്കടയിൽ LDF സ്ഥാനാർത്ഥി C ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊള്ളക്കാർക്ക് കാവൽ നിൽക്കുകയാണ് ചൌക്കിദാർ മോദിയെന്ന് VS അച്യുതാനന്ദൻ പരിഹസിച്ചു. ഉലകം ചുറ്റും വാലിബന് രാജ്യത്തെ കർഷക ആത്മഹത്യ കാണാൻ സമയമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അംബാനിമാർക്കും നീരവ് മോദിമാർക്കും കോടികൾ കൊയ്യാൻ വഴിയൊരുക്കിയതാണ് BJP സർക്കാരിന്റെ 5 വർഷത്തെ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. 14,000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയ വിജയമല്യ നീരവ് മോഡി എന്നു തുടങ്ങി 27 സാമ്പത്തിക കുറ്റവാളികൾ സുരക്ഷിതമായി ഇന്ത്യ വിടാൻ ആ മഹാൻ കാവൽ നിന്നിട്ടുണ്ട്. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചത് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണെന്നും അഴിമതിയുടെ കുംഭമേളയായിരുന്നു 2ാം UPA സർക്കാരിന്റെ കാലത്തെന്നും അദ്ദേഹം പറഞ്ഞു. കൽക്കരി കുംഭകോണം, സ്പെക്ട്രം അഴിമതി, ആദർശ ഫ്ലാറ്റ് കുംഭകോണം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിങ്ങനെ അഴിമതിയുടെ ഘോഷയാത്രയാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നത്. സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ എത്തിച്ചത് കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതിയും ദുഷിച്ച സാമ്പത്തിക നയങ്ങളുമായിരുന്നു എന്നർത്ഥം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായങ്ങളുടെ കുരുതിക്കളമാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. 500ഓളം ഇടത്തരം വൻ വ്യവസായശാലകളിൽ 380 വ്യവസായശാലകളും അടച്ചുപൂട്ടി കഴിഞ്ഞു. ബാക്കിയുള്ള പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും പ്രധാന വ്യവസായ മേഖലയായ ജഗദീഷ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്താൻ പോലും മനസ്സുകാട്ടിയില്ല. ലക്നൌ വാരണാസി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുകയാണ് ജഗദീഷ്പൂർ. അമേഠിയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് ജഗദീഷ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജഗദീഷ്പൂരിന്റെ പ്രതാപം അസ്തമിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് അമേഠിയുടെ കടിഞ്ഞാൺ രാഹുലിന്റെ കയ്യിലെത്തിയത് തൊട്ട് വ്യവസായ കേന്ദ്രങ്ങളിലെ സൈറൺ മുഴക്കം നിലച്ചു തുടങ്ങി. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ 500ഓളം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു അമേഠിയിൽ. ഇതിൽ 380 എണ്ണവും ഇന്ന് അടച്ചുപൂട്ടി കഴിഞ്ഞു. अराउंड 500 इंडस्ट्रीज रजिस्टर्ड थी यहाँ पे. आज हम देखें तो 80% इंडस्ट्रीज क्लोज हैं. വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ മേഖലയിലെ മാൾവിക സ്റ്റീൽ ഫാക്ടറി സെയിൽ ഏറ്റെടുത്തത്. അമേഠിയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ മാൾവികയിൽ ഇപ്പോൾ ഉൽപാദനം നിലച്ചു കഴിഞ്ഞു. സമീപത്ത് പ്രവർത്തിക്കുന്ന ബെല്ലും മോശം സ്ഥിതിയിലാണ്. ഉഷ റെക്ടിഫയർ, ഹിന്ദുസ്ഥാൻ പേപ്പർ മിൽ, യൂണിച്ചർ ടെക്സ്റ്റൈൽസ്, ഗോണ്ടി സിമെന്റ്സ് ഇങ്ങനെ നീളുന്നു വിവിധ കാലയളവിൽ പൂട്ടിപ്പോയ സംരംഭങ്ങളുടെ എണ്ണം. എന്നിട്ടും 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ദുരവസ്ഥ നേരിട്ട് കാണാനോ പരിഹരിക്കാനോ രാഹുൽ ഗാന്ധി ജഗദീഷ്പൂരിൽ എത്തിയില്ലെന്നതാണ് അത്ഭുതം. जैसा मैं देख रहा हूं कि लास्ट 15 ईयर से राहुल गांधी आते तो हैं, एवरी ईयर एवरी 6 मंथ पे भी आते हैं, लेकिन जो यहाँ नेशनल हाईवे है उस नेशनल हाईवे से वो निकल जाते हैं. कभी उन्होंने इस एरिया में एंट्री ही नहीं किया.
ഇതാണ് ആരിഫ് സിമെന്റ്സ് കമ്പനി. അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിട്ടു. ഇവിടുത്തെ ജോലി പോയതോടെ ജീവിക്കാനായി വാച്ച്മാന്റെ ജോലി ചെയ്യുകയാണ് പഴയ എഞ്ചിൻ ഓപ്പറേറ്റർ മിസ്റാം. പണ്ട് വൈകുന്നേരങ്ങളിൽ ജഗദീഷ്പൂരിലെ ഫാക്ടറികളിലേക്കുള്ള റോഡുകളിൽ ജോലി കഴിഞ്ഞവരും അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ളവരും കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുമായിരുന്നു. ഇന്ന് പേരിന് മാത്രമാണ് ഈ വഴികളിലെ ആൾപ്പെരുമാറ്റം. നോട്ട് നിരോധനത്തിനും GSTക്കും മുൻപ് തന്നെ ജഗദീഷ്പൂരിലെ വ്യവസായങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിത്തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനവും GSTയും കൂടിയായതോടെ തകർച്ച സമ്പൂർണമായി. ജഗദീഷ്പൂരിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് അപ്പീലുമായി ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പീലിൽ തീർപ്പാകുന്നതുവരെ വിചാരണ നീട്ടിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ വസ്തുതകളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിലല്ല പ്രതിയാക്കിയതെന്നാണ് ഹർജിയിൽ ദിലീപ് ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് അന്വേഷണം നിഷ്പക്ഷമായിരുന്നില്ലെന്നും ഹർജിയിൽ ദിലീപ് ആരോപിക്കുന്നു. സത്യാവസ്ഥ പുറത്തുവരാൻ സംസ്ഥാന പോലീസിന് പുറത്തുള്ള CBI പോലുള്ള ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്നാണ് ദിലീപ് ആവശ്യപ്പെടുന്നത്. തൊടുപുഴയിൽ 7 വയസ്സുകാരന് അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. കുട്ടി ചികിത്സയിലിരിക്കെ കഴിഞ്ഞയാഴ്ചയായിരുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായത്. എന്നാൽ പിന്നീട് കുട്ടി മരിച്ചു. സംഭവത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കും. ബാർക്കോഴ കേസിൽ തനിക്കെതിരെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട വിജിലൻസ് കോടതി വിധിക്കെതിരെ KM മാണി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. KM മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണോ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രാഥമിക വാദം നടന്നിരുന്നു. മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുൻകൂർ അനുമതിയോടെ തുടരന്വേഷണം നടത്താമെന്നായിരുന്നു വിചാരണ കോടതി ഉത്തരവ്. തുടരന്വേഷണം ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി VS അച്യുതാനന്ദനും ബിജു രമേശും സമർപ്പിച്ച ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. സിഖ് വിരുദ്ധ കലാപ കേസിലെ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ വാദം കേൾക്കുന്നതിൽ നിന്നും സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഫെബ്രുവരി 25-ന് പിന്മാറിയിരുന്നു. ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, അബ്ദുൾ നസീർ എന്നിവരുടെ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. താൻ ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ സജ്ജൻ കുമാറിന്റെ ഹർജിയിൽ വാദം കേട്ടിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ഖന്ന അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. 1984-ലെ സിഖ് വിരുദ്ധ കലാപത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ട കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡിസംബർ 17-ന് ദില്ലി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ദില്ലി ബോർഡറിലുള്ള മൻട്രോലി ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സജ്ജൻ കുമാർ ഇപ്പോൾ.